ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻ ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മട്ടൻ മന്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പൗഡേർഡ് ആയിട്ടുള്ള ഒരു മസാല എടുക്കണം കേട്ടോ. അതായത് അപ്പോൾ മന്തിക്ക് വേണ്ടുള്ള മസാല ഞാനിപ്പോൾ എടുക്കുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പച്ചമല്ലി. അതിൽ പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, 1.5 ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഒരു 3-4 പട്ട എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 3-4 കറിയാമ്പൂവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ, ഡ്രൈ ആയിട്ട്. ഇപ്പോൾ അതിലേക്ക് ഒരു കറുകല എടുത്തിട്ടുണ്ട്, ഒരു 3-4 കറുകലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണക്ക ചെറുനാരങ്ങ ഇല്ലേ, അതും കൂടി എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ബ്ലാക്ക് ചെറുനാരങ്ങ എടുക്കരുത് കേട്ടോ. ഞാൻ എടുത്തിട്ട് എൻ്റെ മന്തി കുറച്ച് ബ്ലാക്ക് ആയ മതി പെട്ടെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടാവും, ഡ്രൈഡ് ലെമൺ ഉണ്ടാവും കേട്ടോ, അത് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം നല്ലോണം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം പൗഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ആ മട്ടൺ വൃത്തിയാക്കിയിട്ട് കുറച്ച് വലിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ആദ്യം എടുക്കേണ്ടത്. മട്ടൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് വേവിച്ചു കൊടുക്കണമല്ലോ. മട്ടനെ ഇപ്പോൾ നമ്മൾ ആവിയിൽ ചിക്കൻ വേവിക്കുന്ന മാതിരി വേവില്ല. അപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഇത്തിരി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നേരത്തെ കണ്ട മാതിരി കുരുമുളകും ഒരു 2 പട്ടയും കൂടി ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മണം പോണ വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മന്തിയിൽ തക്കാളി ഒന്നും ചേർക്കില്ല കേട്ടോ, അതിന് പകരം ലെമണും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഡ്രൈഡ് ലെമണൊക്കെ. അപ്പോൾ ഇപ്പോൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ഒരു മാഗി ക്യൂബും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാഗി ക്യൂബൊക്കെ ഒന്ന് ഉടച്ച് നല്ലതായതിനു ശേഷം കഴുകി വെച്ച മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ എത്ര നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല, അപ്പോൾ തീരെ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കരുത്. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഒരു 2 ഗ്ലാസ് ഇട്ടാണ് ഞാൻ ഇപ്പോൾ വെള്ളം എടുത്ത് ഒഴിക്കുന്നത്. കാരണം ഞാനിപ്പോൾ 1 kg വെക്കുമ്പോൾ ഏകദേശം ഒരു 4 ഗ്ലാസിൻ്റെ അടുത്ത് എനിക്ക് വെള്ളം വേണ്ടി വരും. ഏകദേശം 2 ഗ്ലാസ് അരിൻ്റെ ഉണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഇതിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടി ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച് ഇപ്പോൾ 5 ഗ്ലാസും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പറഞ്ഞാൽ ഒരു 3/4 ഭാഗത്തോളം ഏകദേശം വെന്ത് കിട്ടിയതിന് ശേഷം പിന്നെ അത് ഡ്രൈ ചെയ്തെടുക്കണം, പൊരിച്ചെടുക്കണമല്ലോ. അതിനു വേണ്ടി 3/4 ഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി അതിൻ്റെ സ്റ്റോക്ക് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ മട്ടൻ മാത്രം ഒരു സെപ്പറേറ്റ് പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച മസാലകളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ മട്ടന് ഉച്ചക്കാണ് കേട്ടോ മസാല ഒക്കെ തേച്ച് വെക്കുന്നത്. ഇത് രാത്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ഇതിന് ഉപ്പും പുളിയൊക്കെ നല്ല പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലിട്ട് ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് പിന്നെ നേരത്തെ പൗഡർ ചെയ്ത് വെച്ചിരുന്ന മസാലയിൽ ഇട്ടിട്ടുണ്ട് 2 സ്പൂണ്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സ്ലോയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് മറിച്ചിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. സ്ലോയിലിട്ടിട്ട് ഈ ബീഫ് ഞാൻ ഉച്ചക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഈ ബീഫ് ഞാനിപ്പോൾ ഇത് പാനിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ രാത്രി വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നതാട്ടോ. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ രാത്രി എനിക്ക് കിട്ടാറില്ല കേട്ടോ വീഡിയോസൊക്കെ.
അപ്പം ഞാൻ രാത്രിയാണ് അധികം ഇങ്ങനെ കുക്ക് ചെയ്യാറ്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ. കാരണം രാത്രിയാണ് കുട്ടികളും ഹസ്ബൻഡൊക്കെ ഉണ്ടാവാറ് കേട്ടോ വീട്ടിൽ. കുട്ടികൾ രാത്രിയൊക്കെ ഇങ്ങനെ ചൂടോടെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ മന്തിൻ്റെ റൈസ് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാനിൽ, അതായത് ചെമ്പിലോട്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് കുരുമുളകും കുറച്ച് പട്ടയും കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഒരു 2 ഉള്ളി മാത്രം, 2 സവാളാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, മീഡിയം സൈസ്. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വഴറ്റി കിട്ടുമ്പോൾ പിന്നെ ബാക്കി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ടാക്കിയില്ലേ അതേ സെയിം മസാല തന്നെ കേട്ടോ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ എടുത്ത അതേ മസാലകൾ തന്നെ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റ്, കുരുമുളക്, പിന്നെ ഗരം മസാല, അതൊക്കെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കി മസാല ഉണ്ടായ മുഴുവൻ മസാലയിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ മസാലയും ചേർത്ത് കൊടുത്ത്, ഇപ്പോൾ നമ്മൾ പൊടിച്ച മുഴുവൻ മസാലയും ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടാണ്. കാരണം വേറെ സെപ്പറേറ്റ് ആയിട്ട് മസാല ഒന്നും ചേർത്ത് കൊടുക്കാത്ത കാരണം. അപ്പോൾ ഈ മസാല ഞാൻ പൊടിച്ച എല്ലാ മസാലയും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ചിക്കൻ ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ 2 ചെറുനാരങ്ങ, അതിലൊന്ന് വൈറ്റ് ഉണ്ടായിരുന്നു, ഡ്രൈഡ് ലെമൺ, പിന്നെ ഒന്ന് ബ്ലാക്കും ആണ് കേട്ടോ. അതുകൊണ്ട് അത് 2 കളറായിട്ട് കാണുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊന്ന് മസാല വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, ആ സ്റ്റോക്കും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ അളത്ത് നോക്കിയപ്പോൾ ഒരു 2.5 ഗ്ലാസിൻ്റെ അടുത്തോളം ഉണ്ട് കേട്ടോ ഈ മട്ടൻ്റെ സ്റ്റോക്ക്. അപ്പോൾ അതിൽ കൂടെ ഇനി എത്ര നമുക്ക് വേണ്ട ആവശ്യമുള്ള വെള്ളം അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനെടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അതിന് അധികം വെള്ളം ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് അരി പൊട്ടുകയും ചെയ്യും, പിന്നെ വല്ലാണ്ട് വെന്തും പോകും. അതുകൊണ്ട് സാധാരണ എടുക്കുന്നതിലും ഒരു അര ഗ്ലാസ് അല്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം കുറവ് വെച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസ് കറക്റ്റായിട്ട് എനിക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മട്ടന് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ദമ്മിന് വിടേണ്ടത് കേട്ടോ. ദമ്മിന് വിടുമ്പോൾ കുറച്ചൊന്ന് ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാർക്കോളൊക്കെ വെച്ചിട്ട് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. ബൈ.